അതെ നമ്മുടെ പരിപാടിയോട് ആരും കൂടെ നോക്കരുത്, ഒന്നിനും ഒരു കുറവില്ലല്ലോ. കമ്പിളിപ്പോപ്പിന് വേറെ അർത്ഥമുണ്ട്, കണ്ടിക്കുക. തൃശ്ശൂര് കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. എന്റെ ബ്രദറിന് ഒരു കൈയില്ല ജന്മനാല്. ഇതെങ്ങനെ പറ്റിയ ആക്സിഡന്റാ? അതെ നമ്മുടെ പരിപാടിയോട് ആരും കൂടെ നോക്കരുത്, ഒന്നിനും ഒരു കുറവില്ലല്ലോ. കുടി ഓൾറെഡി നല്ല മണമുണ്ട് ഇപ്പൊ. നിങ്ങളെ ആരെയും മണക്കണമായിരിക്കും. ഇവിടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അടിപൊളി സംഘാടകരാണ് ഇവരുള്ളത്. ഒരുപാട് പേരെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വന്നില്ലെങ്കിൽ ഇത് നടക്കും. പക്ഷെ നമുക്ക് ഇതൊരു മാതൃകയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ഒരർപ്പും വെറുപ്പില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് നമുക്ക് സ്നേഹിക്കുക. ആലപ്പുഴ ഫാൻസ്. ഗ്ലൗസ് ഒന്നും വേണ്ട, ഞാൻ കുളിക്കുമ്പോ ഗ്ലൗസ്. ഒരു പരസ്യത്തിന് പോലും ഇങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സാവകാശം കൊടുത്ത് അത് തിരുത്താമായിരുന്നില്ലേ? ശരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തി കാണുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അങ്ങനെ ഒരു സഹായം ചെയ്യാൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തോന്നും. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ? അത് ശരിയാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ എന്തുകൊണ്ടും നമ്മളെ കൊണ്ടും ഇതുപോലെ ചെയ്യാൻ പറ്റില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും അദ്ദേഹം ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു. അതിനുള്ള ശിക്ഷ തന്നെയാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ഈ സഹായങ്ങൾ ആരും കാണുന്നില്ല എന്ന് മാത്രം, അല്ലെ? ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ഈ പ്രവൃത്തി കാണുമ്പോൾ ഹണി റോസ് ഇതുപോലത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇതുപോലെ പാവങ്ങളെ ഒന്ന് തൊട്ട് തലോടാനുള്ള മെന്റാലിറ്റി അവർക്കുണ്ടാകുമോ? ശരിക്കും അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തികൾ തന്നെയാണ് അദ്ദേഹത്തിന് വാല്യൂ കൊടുക്കുന്നത്, അല്ലെ? അദ്ദേഹത്തിന് ആകെയുള്ള സ്വത്തുക്കൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ്. ഇതൊരു പരസ്യത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, അതും മനസ്സറിഞ്ഞ് തന്നെയാണ് സഹായിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നതെന്ന് ഒരിക്കലും ഒരു അവതാരിക ചോദിക്കണ്ടായി. അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഡബിൾ മീനിങ് അത് ഈ പറഞ്ഞ പോലെ നമ്മളിലെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, നർമ്മബോധം ഉള്ളവർക്ക് അത് മനസ്സിലാവും. അത് തെറ്റല്ല, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയാം. ചിലര് ശ്രദ്ധ കിട്ടാൻ എന്തിട്ടാലും എന്ത് നല്ലത് ചെയ്താലും ശ്രദ്ധ കിട്ടാൻ അതിനെ ഒന്ന് ആക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു തെറി പറയാ, ഇവന് എന്ത് തെറിയ പറയണ, ഇത്രയും കാഠിന്യമുള്ള തെറിയോ, വാള് മോശമില്ലല്ലോ, അപ്പോഴും ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ ശ്രദ്ധ കിട്ടാത്തവർക്ക് ശ്രദ്ധ കിട്ടാനുണ്ടാവുന്ന ഒരു വെമ്പല്, കമ്പാരിസം, അതുണ്ടാവും, സ്വാഭാവികമാണ്. അതിനിപ്പോ എന്താ പറയാ, ഒരു ദിവസം നിങ്ങൾ എന്നെ പോലെ ആയി വരും ഇതുപോലെയൊക്കെ നോക്കി ശ്രമിച്ച് ഞാൻ ഡബിൾ അടിക്കുമ്പോ നിങ്ങൾ ട്രിപ്പിൾ അടിക്കുക, അങ്ങനെയൊക്കെ കേറുക. അതായത് അദ്ദേഹം പറയുന്നത് നർമ്മബോധമുള്ളവർക്ക് ഡബിൾ മീനിങ് മനസ്സിലാകും എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഡബിൾ മീനിങ് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഡബിൾ മീനിങ് അതിരു കടന്നുപോയി. അത് തന്നെയാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഇനി അദ്ദേഹം ചാരിറ്റിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ചാരിറ്റി വർക്കിലേക്ക് അദ്ദേഹം തിരിഞ്ഞതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. മുമ്പ് ഞാൻ ഒരു കഞ്ചൂസായിരുന്നു, പിശുക്കൻ. ഞാൻ എനിക്ക് വേണ്ടി മാത്രം, എന്റെ കുടുംബത്തിന് മാത്രം വേണ്ടി ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുക, അതൊന്നുമില്ല. പിന്നെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും എന്നെ സംബന്ധിച്ച് ചെറിയ സ്കൂൾ തൊട്ടിട്ട് കാർ ഓടിക്കലും ഗേൾ ഫ്രണ്ട്സും അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയ വ്യക്തി ആയതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി കുറെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിരാശ വന്നു തുടങ്ങി. അപ്പോഴാണ് ഈ മദർ തെരേസയുടെ പുസ്തകം വായിക്കാനും അതിൽ എന്നെ സ്പർശിച്ച ഒരു ഭാഗം, ചാരിറ്റിയിലൂടെയും സർവീസിലൂടെയും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും മടുക്കാത്ത ദ റിയൽ പ്യുവർ എൻഡ്ലെസ് ലവ്, സ്നേഹം, ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതെനിക്ക് മണ്ടത്തരമൊക്കെ തോന്നി. ഈ മദർ തെരേസ അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നു, കൽക്കട്ടയിൽ കുഷ്ഠരോഗികളൊക്കെ ആയിട്ട് നടക്കും, ഇത് പൊട്ടത്തരം എന്നൊക്കെ തോന്നിയെങ്കിലും കുറെ കഴിഞ്ഞ പിന്നെ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറച്ച് ഈ ബിസിനസ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ കുറച്ച് പേരെടുത്ത് നമ്മുടെ ലൈഫ് വിഷൻ ഹോമുകളിൽ പോറ്റാൻ തുടങ്ങി. 15 വർഷമായി കാണുന്നു തോന്നുന്നു, ഏകദേശം 14. ശരിക്കും ഈ ഒരു അവസരത്തിലാണ് ബോച്ചയെ കുറിച്ച് കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, അല്ലെ? ബോച്ചെ ഏത് രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത്, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ, അതൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിലാണ് ഇപ്പം ചിന്തിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തികൾ ചെയ്ത വീഡിയോസും ഉണ്ട്. പിന്നെ ഹണി റോസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയത്, അതായത് ഒരു ഡബിൾ മീനിങ് അവർക്ക് ഹേർട്ടായത് കൊണ്ട് മാത്രമാണ് അവർ ആ കേസ് കൊടുത്തത്. കഴിഞ്ഞ 20 വർഷത്തോളമായി ബോച്ചയും ഹണി റോസും തമ്മിൽ നല്ല റിലേഷനിലാണ് എന്നാണ്
പുള്ളിക്കാരത്തി ഒരു ഇനാഗുറേഷൻ വന്നപ്പോ പറഞ്ഞിരുന്നത്. ആ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പൊ ഇത്രയും വർഷങ്ങൾ തോന്നാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഹണി റോസിന് അത് അരോചകമായിട്ട് തോന്നിയത്, അല്ലെ? അത് നമ്മൾ ഇനാഗുറേഷനിലൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഹണി റോസും ബോച്ചയും ഏത് രീതിയിലാണ് ഇടപഴകുന്നത്. ഈ ഒരു കേസിന് ആധാരമായിട്ടുള്ള ഒരു ഇനാഗുറേഷന് ആണല്ലോ. ആ ഇനാഗുറേഷന് പോലും ബോച്ചെ ഹണി റോസിന്റെ അനുവാദം ചോദിച്ചിട്ടാണ് ആ മാല പോലും ഇട്ടുകൊടുക്കുന്നത്. റോസ് ഉണ്ട്, തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ വന്നേണ്ടെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ എടുക്കാൻ പറ്റുമോ? ഒന്നുകൂടിയാണോ? അല്ല, കട്ട് ചെയ്തിട്ടില്ല. എന്നിട്ടോ ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഹണി റോസിന്റെ കഴുത്തിലിടുന്നോണ്ട് വിരോധമുണ്ടോ? ഇതിന് വില കൂടുമ്പോ ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവും അതിന്റെ റേറ്റ്. നാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. സിനിമ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് സിനിമ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് ആ ഒരു വേദിയിൽ വെച്ച് കുന്തി ദേവി എന്നുള്ള അഭിസംബോധന ചെയ്തത്. പക്ഷേ അത് പറയുമ്പോഴും ഇവിടെ ഹണി റോസ് ചിരിച്ചുകൊണ്ട് കൈ തൊഴുതിരിക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ശരിക്കും അവരുടെ ആ വേഷം കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു പുരാണ കഥയിലെ ഒരു കഥാപാത്രം പോലെയാണ് അത് പെട്ടെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്, അല്ലെ? തലയിൽ ആ വട്ടക്കെട്ടും അതുപോലെ തന്നെ ആ കാവ്യ ഡ്രസ്സിലൊക്കെ വന്നിക്കുമ്പം ശരിക്കും കുന്തി ദേവി എന്ന് പറയുന്നത് പുരാണ കഥയിലെ ഒരു നല്ല കഥാപാത്രമാണ്. അതും അതിസുന്ദരിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കുന്തി ദേവി എന്ന് പറയുന്നത്. ആ ഒരു അഭിസംബോധന പറഞ്ഞപ്പോഴേ അന്ന് ഹണി റോസ് ഇതിനെ പ്രതികരിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് പ്രതികരണമായിട്ട് ഇപ്പോൾ അത് കേസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കാം. ഒരു ട്രോൾ വീഡിയോ ആണ് കേട്ടോ. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇവരോട് വണ്ടി എടുക്കാൻ പറഞ്ഞ ഇന്നല്ലേ ഇറച്ചിക്കടന്റെ ഉദ്ഘാടനം, നാളെ മീൻ പീടിന്റെ ഉദ്ഘാടനം ഉണ്ട്. നമ്മള് ചെറിയൊരു ബ്ലോഗർ അല്ലേ, നമുക്ക് അതൊക്കെ അല്ലേ കിട്ടുള്ളൂ. അല്ല നമ്മള് സെലിബ്രിറ്റി ഇട്ടേ, നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഉദ്ഘാടനം പോണം? ഇങ്ങനെയാ പോണത്? മനുഷ്യന്മാര് കളിയാക്കി ഇവിടെ ഏത് ഡ്രസ് ഇട്ടുകാണ്ട് നമുക്ക് പോവാം. ഇന്നലെ കണ്ടിലേക്ക് മാതൃഭൂമി ചാനല്, 24 ചാനല്, റിപ്പോർട്ടർ ചാനല്, മീഡിയ വണ്ടി ചാനല്, മനോരമ ചാനലിലൊക്കെ പറഞ്ഞേക്കടി ഏത് ഡ്രസ് ഇട്ടാണ്ടും എങ്ങനെ ഇറങ്ങാം. അതൊരു മൗലിക അവകാശമാണെന്ന് അതിനാരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഏത് ഡ്രസ് ഇട്ടോണ്ട് ഏത് കോലത്തിലുമാണെങ്കിലും നമുക്ക് ആരും നമ്മളൊന്നും പറയില്ല. ആൾക്കാർ കളിയാക്കി അപ്പൊ മുഖ്യമന്ത്രിനെ വിളിക്കണം. നമ്മളെ കളിയൊക്കെ നമുക്കെതിരെ കമന്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നേരെ മുഖ്യമന്ത്രിനെ വിളിക്കുക. ഓര് വളഞ്ഞിട്ട് പിടിച്ചോളൂ. അത് നമ്മളെ പണിയല്ല, അത് മുഖ്യമന്ത്രിന്റെയും സർക്കാരിന്റെയും പണിയാണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ഡ്രസ് ഇട്ട് പോവാം. ഇന്നപ്പോ ഉദ്ഘാടനം, നാളെ കിട്ടാ ഒരു ഉദ്ഘാടനം, നാളെ മീൻപീടി ഉദ്ഘാടനം. ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ശരിക്കും ഇത് തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അതില് ഹാസ്യരൂപേണ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്കായിട്ടുള്ള ഒരു വെല്ലുവിളി പോലത്തെ ഒരു മെസ്സേജ് തന്നെയാണ്, അല്ലെ? ഒട്ടുമിക്ക വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു. അതായത് ഏതൊരു വസ്ത്രം എങ്ങനെ വേണം ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട് എന്നുള്ള കാര്യം. നാളെ ഇത് തന്നെയായിരിക്കില്ലേ നമ്മുടെ മക്കളും പിന്തുടരുന്നത്? അതിന് നിയമം സംരക്ഷിക്കാനുണ്ടെങ്കിൽ അവർക്ക് അത് മാറ്റി ചിന്തിക്കാനുള്ള വല്ല അവസരം അവർക്ക് തോന്നുമോ? ഇല്ലല്ലോ. കാരണം പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാർ ഇനി അത് പേടിക്കണം. അതിനുള്ള സംരക്ഷണമാണ് നമ്മുടെ ഭരണകൂടം കൊടുത്തിരിക്കുന്നത്. ഏത് വസ്ത്രം ഏത് ലെവലിലും എങ്ങനെ വേണമെങ്കിലും ധരിക്കാം എന്നുള്ളത്. എന്നാൽ അതൊരു സഭ്യമായ വസ്ത്രമായിരിക്കണം എന്നുള്ള രീതിയല്ല പറഞ്ഞു കൊടുത്തത്. മാന്യമായിട്ട് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ഏത് രീതിയിൽ വേണമെങ്കിലും ധരിക്കാം എന്നുള്ള
ഒരു ചർച്ച, ഒരു ഡിബേറ്റ് തന്നെയായിരുന്നു ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് നടന്നതും. അതിലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒട്ടുമിക്ക ആളുകൾ കാണുന്നതാണ്, നമ്മുടെ മക്കളും കാണുന്നത് തന്നെയാണ്. അവരും ചിന്തിക്കും ഏത് വേഷവും എങ്ങനെ വേണമെങ്കിലും ധരിക്കാം എന്നുള്ള ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു നിയമം തന്നെ നമ്മുടെ ഭരണകൂടം കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്കെന്തിനാ ഇനി പേടിക്കേണ്ടത്, അല്ലെ? നാളെ നമ്മുടെ മുന്നിലും ഇതുപോലെ ഒരുപാട് ഹണി റോസുകൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഒരുപാട് പേര് പറയുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ. സ്ത്രീത്വത്തെ അപമാനിക്കാനുള്ള കാരണമുണ്ടായത് എന്താണ്? അതും ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇപ്പൊ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ അപമാനിച്ച രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപമാനിച്ച എന്ന് പറയുമ്പോൾ സൈബർ ഇടങ്ങളിൽ ഈ ഹണി റോസിനെ എടുത്തിട്ടു, അതായത് ആത്മഹത്യാ വക്കിലേക്ക് നയിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം പരാതി ഏറ്റു കൊടുത്തത്. ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോ മലയാളികളും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഹണി റോസിനെ വിമർശിച്ചതല്ല, ഹണി റോസിന്റെ വസ്ത്രത്തെയാണ് അദ്ദേഹം വിമർശിച്ചത്. അതായത് ആ ഒരു വസ്ത്രധാരണത്തെയാണ് അദ്ദേഹം വിമർശിച്ചത്. ഒരു പൊതു ഇടത്തിൽ വന്ന് ധരിക്കേണ്ട വസ്ത്രമല്ലല്ലോ ഹണി റോസ് ധരിക്കുന്നത്. അപ്പം അത് സഭ്യമായിട്ടുള്ള രീതിയിലാകണം എന്നുള്ള കാര്യം മാത്രമേ വളരെ മാന്യമായിട്ടാണ് രാഹുൽ ഈശ്വർ ഈ ചർച്ചകളിൽ പോലും പറഞ്ഞത്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ജാമ്യത്തിനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ ഒരു അപേക്ഷ തള്ളി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 27 പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. എന്താല്ലേ കഥ, അല്ലേ? ഇപ്പൊ ബോച്ചയ്ക്കും ജാമ്യ ഹർജിയുടെ പരിഗണന മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഹണി റോസിന്റെ പരാതിയിൽ ഇതുവരെയ്ക്കും പോലീസ് കേസ് എടുത്തിട്ടില്ല കേട്ടോ. ഹണി റോസിന്റെ പരാതി മാത്രമല്ല, തൃശൂർ സ്വദേശിയായ ഒരു വ്യക്തിയും ഈ ഒരു രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പരാതികളും പോലീസ് സ്വീകരിച്ചിട്ടില്ല. കാരണം വിശദമായി തന്നെ അതിന്റെ നിയമവശങ്ങളെല്ലാം പരിശോധിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളെല്ലാവരും കേട്ട കാര്യമാണ്, രാഹുൽ ഈശ്വർ ഒരിക്കലും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ആ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ ഹണി റോസിനുള്ള അവകാശം പോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള ആ ഒരു അവകാശമുള്ളത്. അതായത് ഒരു കാര്യം പറയാനുള്ള അവകാശം, ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുമുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഈ രാജ്യാന്തര തലത്തിലൊക്കെ തർക്കങ്ങളിലൊക്കെ ഇദ്ദേഹം പങ്കെടുക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ അത് ഈ മാധ്യമ പ്രവർത്തകർ ഉറപ്പായിട്ടും രാഹുൽ ഈശ്വറിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ രാഹുൽ ഈശ്വർ തന്റെ അഭിപ്രായമാണ് പങ്കുവച്ചത്, അല്ലാതെ ഹണി റോസിനെ വിമർശിക്കുകയല്ല ഉണ്ടായത്. അത് ഹണി റോസിനെ ഒരു വിധത്തിലും ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഒന്ന് ഉപദേശിക്കുക മാത്രമാണ് രാഹുൽ ഈശ്വർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത് അതൊരിക്കലും രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ ബോച്ചയോ അവരുടെ PR വർക്കോ ഒന്നുമല്ല. ശരിക്കും മലയാളികൾ പൊട്ടന്മാരല്ല. ഈ മലയാളികൾ കാണുന്നത് എല്ലാം അംഗീകരിച്ചു തരണമെന്നില്ല, അതും എല്ലാവരും അത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഹണി റോസിന്റെ ഈ ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മലയാളികൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓരോ കമന്റ് ബോക്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ ഒരു PR വർക്കോ അതൊന്നുമല്ല കാര്യങ്ങൾ. ഇതൊക്കെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് കണ്ടുകൊണ്ട് ഒരിക്കലും ആർക്കും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ്.